ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഇത് കണ്ണീരിന്റെ ദിവസമായിരുന്നു. ശക്തമായി പെയ്ത മഴ, അതിനിടെ ഉണ്ടായ അപകടം. 5 സഹപാഠികളെയാണ് അവർക്ക് നഷ്ടമായത്. ഇപ്പോഴും ആ കണ്ണീർ മഴ തോർന്നിട്ടില്ല. വാഹനാപകടത്തിൽ മരിച്ച 5 MBBS വിദ്യാർത്ഥികൾക്കും സഹപാഠികൾ യാത്രാമൊഴി നൽകി. ചേതനറ്റ ശരീരം വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ സഹപാഠികളും അധ്യാപകരും ബന്ധുക്കളും വിതുമ്പി. പലർക്കും വിയോഗം ഉൾക്കൊള്ളാനായില്ല. സൗണ്ട് കേട്ടോ ഓടി വരുന്നത്. ഓടി വരുമ്പോൾ ഇതേമാതിരി ഇടിച്ച കണ്ടീഷനാണ് കാണുന്നത്. അത്ര ഡേഞ്ചറായിട്ടുള്ള ഇതായിരുന്നു. രാത്രികാലങ്ങളിൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മഴയും കൂടിയാണ്, ഒട്ടും ഒന്നും കാണാൻ പറ്റില്ല. അതൊക്കെ തന്നെയാണ് കാരണം. ഈ റോഡിന്റെ വീതി കുറവ്, ഈ 2 വാഹനങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നതെല്ലാം ഈ റോഡിൽ കൂടെ തന്നെ പോകണം. അതിനൊക്കെ മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സിഗ്നൽ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ടോ? സിഗ്നൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഒരു അതിനകത്ത് ഒരു വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഈ ടവേര എന്നിട്ടാണ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് പിന്നെ സ്കിഡ് ചെയ്യുന്നത്. അതെ, ഇതെല്ലാം നമ്മുടെ റോഡിന് വീതിയില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. വീതി ഉണ്ട്, ഇപ്പൊ 4 വരി പാത അല്ലെങ്കിൽ ഇച്ചിരി കൂടെ വീതിയുള്ള റോഡാണെങ്കിൽ ഒരിക്കലും ഈ ബസ്സുമായിട്ട് ഇടിക്കാൻ ഒരു ചാൻസും ഇല്ല. വീതി കുറച്ച് കൂടുതലാണെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കി കിട്ടും. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലല്ലേ? ഇല്ല, എല്ലായിടത്തും ഇല്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷെ കുറെ പോകാൻ അങ്ങോട്ടും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ചേട്ടാ, ഇന്നലെ എത്ര മണിയോടെയാണ് ഈ സംഭവം? 9:30. എന്തായിരുന്നു നിങ്ങൾ എങ്ങനെ അറിഞ്ഞ അപകടം? തൊട്ട് പറ്റേ താമസിക്കുന്നത്. അവിടെ സൗണ്ട് കേട്ടോ ഓടി വരുന്നത്. ഓടി വരുമ്പോൾ ഇതേമാതിരി ഇടിച്ച കണ്ടീഷനാണ് കാണുന്നത്. അത്ര ഡേഞ്ചറായിട്ടുള്ള ഇതായിരുന്നു. ഭയങ്കര ശബ്ദമായിരുന്നു. എന്തായിരുന്നു ആ സമയത്ത് കണ്ട കാര്യങ്ങൾ? കണ്ടത് പെട്ടെന്ന് ആക്സിഡന്റ് വണ്ടി വന്ന് കാറാണ് ഇടിക്കുന്നത്. ഞാൻ തൊട്ട് പറ്റ താമസിക്കുന്നത്, വാട്ടേക്ക് താമസിക്കുന്നത്. നിങ്ങളെ വീട്ടിലായിരുന്നത്? വീട്ടിലായിരുന്നു. വീട് വരെ ശബ്ദം കേട്ടു? സൗണ്ട് കേട്ട് വീണ്ടും ബാക്കിൽ തന്നെ. ആണല്ലേ? അപ്പം ചേട്ടൻ ഓടി വരുന്ന സമയത്ത് ഇവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു? ആൾക്കാർ അടുത്ത് വരുന്നേ ഉള്ളൂ, സൗണ്ട് കേട്ട്. പിന്നീട് എങ്ങനെയാണ് ഇവര് പുറത്തെടുക്കുകയും മറ്റു കാര്യങ്ങൾ? പുറത്ത് ഫയർ വന്നാണ്, അല്ലാതെ എടുക്കാൻ പറ്റില്ല. എല്ലാവരും സ്പോട്ടിൽ ഒരു 2 പേര് സ്പോട്ടിൽ തന്നെ മരിച്ചിരിക്കുന്നു. ആണല്ലേ? വാഹനത്തിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ വണ്ടി ഇടിച്ച് ഡോർ മാത്രം തോന്നുന്നുണ്ട്. അതിന്റെ അകത്തുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ അനക്കമുള്ളത്. ബാക്കി ആർക്കും അനക്കമില്ല. കൂടുതലും ഒരു 4-5 കുട്ടികളെ മൂക്കിൽ നല്ലോണം ബ്ലഡ് വരുന്നുണ്ട്. പിന്നെ കൈയും കാലൊക്കെ നല്ല മുറിവുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ പെട്ടെന്ന് ആ വെള്ളത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ ബസ് ജാമായിരുന്നുകൊണ്ട് ഈ കാർ വണ്ടിയും ഇതുമായിട്ട് ജാമായിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ബസിന്റെ അകത്ത് കയറി കീ എടുത്ത് മാറ്റി. കീ എടുത്ത് മാറ്റിയിട്ട് വണ്ടി ന്യൂട്രലാക്കി. നാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു. അവര് ബാക്കിലോട്ട് തള്ളി കഴിഞ്ഞപ്പോഴാണ് വണ്ടി ഒന്ന് ക്ലിയർ ആയത്. അതിനുശേഷം ഫയർഫോഴ്സ് വന്നു. അവരും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വെട്ടിപ്പൊളിച്ച് എടുത്തപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ 3 പേര് ഡെത്തായിട്ടാണ് തോന്നുന്നത്. പുറത്തേക്ക് ആദ്യം എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അല്ലേ? വാഹനം ജാമായിരുന്നു. കുട്ടികളകത്ത് 20 മിനിറ്റോളം ജാമായിരുന്നു. 20 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ബാക്കിലുള്ള 2 പേരെ നമ്മൾ പുറത്തെടുത്തായിരുന്നു. പക്ഷെ 20 അവസ്ഥ എന്തായിരുന്നു? അവർക്ക് കുഴപ്പമില്ല. 2 പേർക്ക് വലിയ കുഴപ്പം. ഏറ്റവും പുറകിലിരുന്ന 2 പേർക്ക് വലിയ കുഴപ്പമില്ല. ഏറ്റവും മുന്നിൽ ലെഫ്റ്റ് സൈഡിലിരുന്ന ആ ഇടിയിൽ തന്നെ ആള് പോയിട്ടുണ്ട്. ഡ്രൈവറിന്റെ വശത്തോട്ടല്ലേ ഇടി, റൈറ്റ് സൈഡിലല്ലേ. ഡ്രൈവറിന്റെ കാലിൽ മാത്രമേ വലിയ പരിക്ക് കാണുന്നുള്ളൂ. ആ പയ്യൻ മാത്രമേ കരയുന്നുള്ളൂ. ബാക്കി ആർക്കും അനക്കമില്ലായിരുന്നു. അമിത വേഗതയും മഴയും വാഹനം ഓടിച്ചയാളുടെ പരിചയക്കുറവുമാണ് 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ദാരുണാന്ത്യത്തിന് കാരണമായത്. ഓവർലോഡും വാഹനത്തിന്റെ കാലപ്പഴക്കവും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. ആലപ്പുഴ കളർകോട് തിങ്കളാഴ്ച രാത്രി 9:30 നാടിനെ കണ്ണീരിലാഴ്ത്തിയ അപകടം. ആർടിഒയുടെ വിശദാംശങ്ങൾ തേടിയ ജില്ലാ കളക്ടർ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. വിദ്യാർത്ഥികൾക്ക് കാർ വാടകയ്ക്ക് നൽകിയതാണെന്നും റെന്റ് കാർ ലൈസൻസ് ഇല്ലായിരുന്നുവെന്നും ആർടിഒ അറിയിച്ചു. ഇക്കാര്യം അന്വേഷണ പരിധിയിൽ വരും. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ആലപ്പുഴയെ സംബന്ധിച്ച് വലിയൊരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ വലിയൊരു ദുരന്തമാണ് അവിടെ ഉണ്ടായത്. ഇപ്പോഴും ഈ അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. ആർടിഒ
നൽകിയ റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടോ? എന്താണ് അപകടത്തിന് കാരണമായത്? അമിത വേഗത ഉണ്ടായിരുന്നോ? മഴ കാരണമായോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പൊതുദർശനം ഈ മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ വലിയ രീതിയിലുള്ള വളരെ വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് സാക്ഷ്യം വഹിച്ചത്. ഈ പൊതുദർശന ചടങ്ങുകൾ കഴിഞ്ഞോ? ഈ മരിച്ച 5 പേരുടെയും 5 വിദ്യാർത്ഥികളുടെയും സംസ്കാര ചടങ്ങുകൾ എന്നാണ്? അതീവ ദുഃഖകരവും ഞെട്ടിപ്പിക്കുന്നതുമായ സംഭവമായിരുന്നു ഇന്നലെ രാത്രി 9:30 കൂടി ആലപ്പുഴയിൽ സംഭവിച്ചത്. ആലപ്പുഴ കളറുകോട് ജംഗ്ഷനിൽ വെച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ഒരു ഷെവർലെറ്റ് കാറ്, ആ കാറ് ഒരു KSRTC ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. KSRTC ബസ് ഗുരുവായൂരിൽ നിന്നും കായംകുളത്തേക്ക് സർവീസ് നടത്തിയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. ഒപ്പം ഇവര് വണ്ടാനത്ത് നിന്നും ആലപ്പുഴ നഗരത്തിലേക്ക് സിനിമ കാണുന്നതിനായി വന്ന വിദ്യാർത്ഥികളാണ്. ഈ കാറിനകത്ത് ഉണ്ടായിരുന്നത് 11 പേരായിരുന്നു. ഇവരെല്ലാവരും തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 5 പേരാണ് ഇന്നലെ ആ അതായത് 2 പേരെ പുറത്തെടുക്കുമ്പോൾ തന്നെ മരിച്ചിരുന്നു. ബാക്കിയുള്ള 3 പേരെ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേയും മരണപ്പെട്ടു എന്നുള്ള അതാണ്. ഈ മരിച്ചവരുടെ പേരുവിവരങ്ങൾ ഇങ്ങനെയാണ്. പാലക്കാട് സ്വദേശിയായ ഷെയ്ദി ബൽസൻ, ഒപ്പം തന്നെ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, കണ്ണൂർ സ്വദേശി മുഹമ്മദ് അഫ്സൽ ജബ്ബാർ, കോട്ടയം സ്വദേശിയായ ആയിഷ് ഷാജി, മലപ്പുറം സ്വദേശി ദേവാനന്ദ്. ഇവരാണ് ആ സംഭവത്തിൽ മരണപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥികൾ. ഇവരെല്ലാം തന്നെ 1ാം വർഷ വിദ്യാർത്ഥികളായി ആലപ്പുഴ TD മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് എത്തിയിട്ട് 1.5 മാസം മാത്രമാണ് പിന്നിടുന്നത്. ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾക്ക്, ഈ 1.5 മാസം പിന്നിടുന്ന ഈ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു യാത്രയയപ്പ് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത, ഈ TDയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാൻ കഴിയും. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ 9:30 അപകടം നടക്കുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങൾ, ആക്സിഡന്റിന്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചു. ആ ദൃശ്യങ്ങളിൽ ഈ തെക്ക് നിന്ന് വടക്കോട്ട് വരുന്ന കാറ് ഇടയ്ക്ക് വെച്ച ഇടതുവശത്തേക്ക്, ഈ ചങ്ങനാശ്ശേരി ജംഗ്ഷന് വെച്ച് SB കോളേജിന് സമീപം വെച്ച ഇടതുവശത്തേക്ക് ഒന്ന് നിയന്ത്രണം വിടുന്ന പോലെ ചരിയുന്നു. പിന്നീട് സ്കിഡ് ചെയ്ത് റൈറ്റ് സൈഡിൽ വടക്ക് നിന്ന് തെക്കോട്ട് പോന്നിരുന്ന വാഹനത്തിന്റെ ട്രാക്കിലേക്ക് കയറി KSRTC ബസ്സിനെ ഇടിക്കുകയായിരുന്നു. കാർ വട്ടമാണ് വന്ന് ആ ബസ്സിന്റെ ഫ്രണ്ടിലേക്ക് ഇടിച്ചു കയറിയത്. ഒപ്പം തന്നെ ബസ്, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം, ബസ് കുറച്ച് നിയന്ത്രണത്തിൽ പിടിക്കാൻ അവർ നോക്കുന്നുണ്ട്. ബസ്സിന്റെ നിയന്ത്രണം ഒരു പരിധി വരെ ബസ്സിന്റെ നിയന്ത്രണം അദ്ദേഹം ബസ് ഡ്രൈവർ കൺട്രോൾ ചെയ്യാൻ ഇതുകൊണ്ടാണ് ഇതൊരു വലിയ അപകടം. കാരണം 11 പേരായിരുന്നു ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഈ 11 പേരും അപകടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ 5 പേരുടെ മരണം വലിയ സംഭവമാണ്. എങ്കിൽ പോലും ഈ 11 പേരിൽ കുറച്ചു പേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് എന്ന് തന്നെ പറയാം. KSRTC ബസ് അത് ബ്രേക്ക് പിടിച്ച് അത് നിർത്തുന്നത് ഇവരെ സ്കിഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് സ്ലോ ചെയ്തിരുന്നു. അത് ബ്രേക്കിലേക്ക് പിടിച്ചു നിർത്തുന്നതിലേക്ക് വന്നിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവം നടന്നു 9:30 പരിസരത്തുള്ള ആളുകളെല്ലാം ഓടിക്കൂടി വാഹനം വെട്ടിപ്പൊളിച്ച് 20 മിനിറ്റോളം എടുത്താണ് ഈ വാഹനത്തിനകത്ത് നിന്ന് ഈ ആളുകളെ പുറത്തേക്ക് എടുത്തത് എന്നുള്ളതാണ്. അതിൽ തന്നെ ആ വാഹനത്തിന്റെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗമല്ല, ഇടതുവശത്തോട്ട് ചേർന്ന വാഹനത്തിന്റെ സൈഡ് മുഴുവനായി തകർന്നു പോയിരുന്നു എന്നുള്ളതാണ്. അത് KSRTC ബസ്സിൽ ജാം ആയിരിക്കുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തി ഈ ബസ് പുറകിലേക്ക് വലിച്ചാണ് ഈ കാറ് അതിൽ നിന്ന് മോചിപ്പിച്ച് പിന്നീട് ഈ വിദ്യാർത്ഥികളെ പുറത്തെടുക്കാനുള്ള ശ്രമം ഉണ്ടായത്. അതിൽ വാഹനം ഓടിച്ചിരുന്ന ഗൗരി ശങ്കർ, ഗൗരിയുടെ പരിക്ക്, കാലൊടിഞ്ഞിരുന്നു ഗൗരിക്ക് ഇതിന്റെ ആഘാതത്തിൽ. ഡ്രൈവിംഗ് സീറ്റിന്റെ സൈഡിൽ ഇടതുവശമാണ് പൂർണ്ണമായി ഇടിച്ചു കയറിയത്. പകുതിക്ക് മുകളിലേക്ക് ഇടിച്ച് കയറിയ അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗൗരി പറഞ്ഞ വിവരപ്രകാരമാണ് ഉണ്ടായിരുന്ന ആളുകൾ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത്. പിന്നീട് മുഴുവൻ പേരെയും ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിൽ തന്നെ ചേർത്തല സ്വദേശിയായ കൃഷ്ണദേവനും, കൊല്ലം ചവറ സ്വദേശിയായ മുഹസിൻ മുഹമ്മദിനും, കൊല്ലം പാരുവഴി സ്വദേശിയായ ആനന്ദിനും, എറണാകുളം കണ്ണൻകുളങ്ങര സ്വദേശി ഗൗരി ശങ്കർ, ഗൗരിയായത് ഡ്രൈവ് ചെയ്തിരുന്ന വിദ്യാർത്ഥി, ഇവർക്ക് ഇത്രയും പേർക്ക് ആണ് പരിക്കേറ്റത്.
അതിൽ തന്നെ ആലപ്പുഴ എടത്തുവ സ്വദേശിയായ ആൽവിൻ ജോർജ് അത്ഭുതകരമായി പിൻ സീറ്റിൽ ഇരുന്നു കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ആൽവിന് മറ്റ് പരിക്കുകളൊന്നുമില്ല. പക്ഷേ ഈ അതിലുണ്ടായിരുന്ന ആലുവ സ്വദേശിയായ അതിലുണ്ടായിരുന്ന മറ്റ് വിദ്യാർത്ഥികൾക്ക് അതിൽ ചിലരുടെ നില ക്രിട്ടിക്കലാണ്. ഈ ആനന്ദ് മനു എന്ന കൊല്ലം സ്വദേശിയുടെ നില ക്രിട്ടിക്കലാണ്. ഒപ്പം തന്നെ ഏറ്റവും ഗുരുതരമായ പരിക്കേറ്റത് ആൽവിൻ എടത്തുവ സ്വദേശിയായ ആൽവിനാണ്. ആൽവിന്റെയും നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരം. രാവിലെ തന്നെ ഇവരുടെ ഇന്ന് പുലർച്ചയോട് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ 5 സ്റ്റേഷനുകളിൽ നിന്നുള്ള സ്റ്റേഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുലർച്ചയോടുകൂടി തന്നെ പൂർത്തീകരിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് പോസ്റ്റ്മോർട്ടം കൂടുതൽ ടേബിളുകൾ ക്രമീകരിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തി. ഡോക്ടർ ഷാരിയുടെ നേതൃത്വത്തിലുള്ള ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഷാരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയിരുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അതിനുവേണ്ടിയുള്ള കൂടുതൽ ടേബിളുകൾ അവർ ക്രമീകരിച്ചു. തുടർന്ന് 12 മണിക്ക് പൊതുദർശനം ആരംഭിക്കും എന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും അതിന് മുൻപ് തന്നെ വളരെ മുൻപ് തന്നെ പൊതുദർശനം ആരംഭിക്കാനായി കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് മൃതദേഹം വിട്ടു നൽകി എന്നുള്ളതാണ്. ഓരോ നിമിഷവും നമ്മൾ അവിടെ കണ്ട കാഴ്ച വളരെ ദുഃഖകരവും വിവരിക്കാനാവുന്നതിനും അപ്പുറമാണ്. കാരണം ഓരോ കുട്ടികളുടെയും രക്ഷകർത്താക്കൾ എത്തുന്നു. ഇവരെ മൃതദേഹം ഐഡന്റിഫൈ ചെയ്യാനായി മോർച്ചറിക്കുള്ളിലേക്ക് വിളിക്കുന്ന കാഴ്ചയൊക്കെ അത് ഹൃദയഭേദകമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം അത്രയധികം സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി പഠിപ്പിച്ച് MBBS പഠനത്തിനായി എത്തി 1.5 മാസം പിന്നിടുന്ന മക്കളാണ് ഇത്തരത്തിൽ ഈ ഒരു യാത്ര പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ ഒരു ദുഃഖകരമായ യാത്ര പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നത് എന്നുള്ളതാണ്. തുടർന്ന് പലരുടെയും രക്ഷകർത്താക്കളുടെ പലരുടെയും മാതാപിതാക്കളൊക്കെ വന്ന് ഈ ആശുപത്രിയിലെ ട്രോമ കെയർ യൂണിറ്റിലേക്ക് കുഴഞ്ഞു വീണതിനെ തുടർന്നൊക്കെ പലരെയും മാറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ മന്ത്രി പി പ്രസാദ് രാവിലെ ആശുപത്രിയിലെത്തി. അദ്ദേഹം ആശുപത്രി അധികൃതരുമായി മണിക്കൂറുകളോളം ചർച്ച നടത്തി. കുട്ടികളുടെ, അതായത് ചികിത്സയിലുള്ള കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് അദ്ദേഹം അവരോട് ആരാഞ്ഞു. പിന്നീട് പുറത്തേക്ക് വന്ന മോർച്ചറിയിലേക്ക് എത്തിയ മന്ത്രി അറിയിച്ചത് കുട്ടികൾക്ക് വേണ്ട എല്ലാ ചികിത്സയും അവർക്കായി ഒരുക്കി നൽകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും അത്തരം ക്രമീകരണങ്ങളും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാ വകുപ്പുകളുടെയും എല്ലാ വിഭാഗങ്ങളുടെയും മേധാവി, കാരണം മൾട്ടിപ്പിൾ ഇഞ്ചുറിയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഹെഡ് ഇഞ്ചുറി കൂടാതെ തന്നെ മൾട്ടിപ്പിൾ ഇഞ്ചുറി എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ക്രമീകരിക്കുന്നതിന് വേണ്ടി ആ എല്ലാ വിഭാഗങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള അവരുടെ ജീവൻ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നമാണ് ആശുപത്രിയിൽ നടക്കുന്നത് എന്നുള്ളതാണ് മന്ത്രി പി പ്രസാദ് വ്യക്തമാക്കിയത്. ആരെയും മാറ്റേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളതും ഡ്രൈവ് ചെയ്ത ഗൗരി ശങ്കറിന്റെ സർജറി കഴിഞ്ഞു എന്നുള്ള കാര്യവും അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുന്നു. ഒപ്പം ഏറ്റവും ഒടുവിലായി കണ്ണൂർ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ രക്ഷകർത്താക്കൾ പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് എത്തണമായിരുന്നു. അതാണ് ഏറ്റവും ഒടുവിലായി നടന്ന പോസ്റ്റ്മോർട്ടം. അവരും എത്തി. അവരും ആ ഒരു പ്രൊസീജിയർ പൂർത്തിയാക്കി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞതോടുകൂടി പോസ്റ്റ്മോർട്ടം വളരെ വേഗത്തിൽ പൂർത്തിയാക്കി 11:45 തന്നെ മൃതദേഹങ്ങൾ പുറത്തേക്ക് ഇറക്കി. 5 ആംബുലൻസുകൾ അതിനായി ക്രമീകരിച്ചിരുന്നു. തൊട്ടടുത്ത് അവർ പഠിക്കാനായി എത്തുന്ന അവരുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും തൊട്ടടുത്ത അവരുടെ വിദ്യാലയമായ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് മൃതദേഹമായി ഭൗതിക ശരീരമായി അവർ അങ്ങോട്ട് പോകുന്ന ആ ഒരു ദൃശ്യം അത് നമുക്ക് വിവരിക്കാവുന്നതിനും അപ്പുറം ദുഃഖകരമായ ഒരു ദൃശ്യം തന്നെയായിരുന്നു ടോം. തീർച്ചയായും ഹൃദയഭേദകമായ കാഴ്ചയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കണ്ടത്. വളരെ വിതുമ്പുന്ന ബന്ധുക്കൾ, അധ്യാപകർ, സഹപാഠികൾ. അതിനുശേഷം ഈ മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതശരീരങ്ങൾ വിട്ടു നൽകിയിട്ടുണ്ട്. ശരണ്യ, ഈ 5 പേരുടെയും സംസ്കാരം എന്നാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ? തന്നെ സംസ്കാരം ഉണ്ടാകും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ കാവാലത്തേക്ക് പലരും ആലപ്പുഴ സ്വദേശികൾ അല്ലെങ്കിൽ പോലും ഇവരുടെ പലരുടെയും ബന്ധുക്കൾ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് മലപ്പുറത്തേക്കൊക്കെ ചില രക്ഷകർത്താക്കൾ മാറി താമസിക്കുന്നത്. പക്ഷെ പലരുടെയും വീടുകളൊക്കെ ആലപ്പുഴയും കോട്ടയവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ കുടുംബ വീടുകളിൽ എത്തിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു സംസ്കാര നടപടികൾ നടത്തുക എന്നുള്ളതാണ്
വ്യക്തമാക്കുക. ഇപ്പോൾ അറിയിപ്പ് അതിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ചാട്ടപ്രകാരം എങ്ങനെയാണ്? മുഹമ്മദ് ഇബ്രാഹിം ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിയാണ്. മുഹമ്മദിന്റെ മൃതദേഹം ബന്ധുക്കൾ വന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ലക്ഷദ്വീപിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ലക്ഷദ്വീപിലെ ഇന്ന് എറണാകുളം മാർക്കറ്റ് ജുമാ മസ്ജിദിൽ കുട്ടിയുടെ ആ വിദ്യാർത്ഥിയുടെ ഖബറടക്കം ഉണ്ടാകും എന്നുള്ളതാണ് ബന്ധുക്കൾ പറഞ്ഞത്. ഒപ്പം തന്നെ കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് ജബ്ബാറിന്റെ സംസ്കാരം നടക്കുക മാട്ടുവൽ എന്ന സ്ഥലത്താണ്. മാട്ടുവൽ നേവൽ അക്കാദമിക്ക് ഉള്ള വീട്ടിൽ ഇന്ന് നടക്കും എന്നുള്ള വിവരം ആണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒപ്പം ആയുഷിന്റെ രക്ഷകർ ഇന്ന് അവര് ഇൻഡോറിലാണ്. പക്ഷെ അവര് ഇപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ഛന്റെ കുടുംബ വീട് ഇവിടെയാണ്. കാവാലത്തുള്ള കുടുംബ വീട്ടിലാണ് ആയുഷാജിയുടെ സംസ്കാരം നടക്കുക. ഒപ്പം കോട്ടയം സ്വദേശിയായ ദേവാനന്ദനെയും മണർകാട്ടിലെ വീട്ടിൽ സംസ്കാരം നടത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് സ്വദേശിയായ ശ്രീദീപിനെ പാലക്കാട് ശേഖരീപുരം ശ്രീദീപിന്റെ സംസ്കാരം നടക്കുക. അങ്ങനെ എല്ലായിടത്തേക്കും എത്തിക്കേണ്ട മൃതദേഹങ്ങൾ സർക്കാർ ക്രമീകരിച്ച ആംബുലൻസിൽ സംസ്ഥാന സർക്കാർ തന്നെ ആ ക്രമീകരണങ്ങൾ ഒരുക്കി കുട്ടികളുടെ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആലപ്പുഴയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കാവാലത്തെ ആയുഷിന്റെ വീട്ടിൽ ആയുഷിന്റെ മൃതദേഹം ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുട്ടികൾക്ക് അപകടത്തിലേക്ക് നയിച്ച വാഹനം അത് ഒരു പഴയ 14 വർഷം പഴക്കമുള്ള വാഹനമാണ് എന്നുള്ളതാണ് കളക്ടർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് അത് സംബന്ധിച്ച അന്വേഷണത്തിന് താൻ ഉത്തരവിട്ടിട്ടുണ്ട്. MBD ഇത് ഡീറ്റെയിൽഡ് എൻക്വയറി നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത്തരം പരിശോധനകളൊക്കെ മറുഭാഗത്ത് നടക്കുന്നു. പക്ഷേ പ്രാഥമികമായി അപകടത്തിൽപ്പെട്ട കുട്ടികളെ അവർക്ക് ആവശ്യമായ ചികിത്സകൾ നൽകുക, ഒപ്പം തന്നെ മരണപ്പെട്ടു പോയവരുടെ കുടുംബത്തിൽ നിന്നുകൊണ്ട് അവരുടെ സംസ്കാര നടപടികളടക്കമുള്ള കാര്യങ്ങൾക്ക് പിന്തുണ നൽകുക. ആ 2 കാര്യങ്ങളാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ വിദ്യാർത്ഥികൾ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തങ്ങളുടെ സഹപാഠികൾക്ക് യാത്രാമൊഴി നൽകിയത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മടങ്ങിപ്പോക്കായി പോയി തങ്ങളുടെ കൂട്ടുകാരുടെ എന്നുള്ളതാണ് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇന്നലെ അനാട്ടമി എക്സാം ആയിരുന്നു. പരീക്ഷ കഴിഞ്ഞ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷ കഴിഞ്ഞ് ആ ഒരു സ്ട്രെസ് തീർക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും ദിവസം പഠനമായിരുന്നു. അത് കഴിഞ്ഞ് സിനിമയ്ക്ക് പോകാമെന്ന് കരുതി അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതനുസരിച്ചാണ് വാഹനം റെന്റിനെടുത്ത് അവർ സിനിമയ്ക്ക് പോയത് എന്നുള്ളതാണ്. അതിൽ തന്നെ രണ്ട് കുട്ടികൾ പുറകെ ഇരുചക്ര വാഹനത്തിൽ പിന്തുടർന്നിരുന്നു. പക്ഷെ ഈ അപകടം നടന്നെങ്കിൽ പോലും വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ തിരിച്ചറിയാൻ പോലും ഈ 2 കുട്ടികൾക്ക് കഴിഞ്ഞില്ലെന്നാണ് അവർ പറയുന്നത്. പിന്നീട് അവര് കാഷ്വാലിറ്റിയിൽ എത്തി കാണുമ്പോഴാണ് ഇവരാണ് എന്നുള്ള അത്ര ഭീകരമായിരുന്നു ഈ അപകടം എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ആലപ്പുഴ ഒന്നടങ്കം വിറച്ചുപോയ ഒരു അപകടം തന്നെ ഇന്നലെ നടന്നതെന്ന് പറയാൻ തോന്നേ. അത്ര വലിയൊരു ആഘാതത്തിലുള്ള ഇടിയായിരുന്നു. KSRTC ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെയുള്ള 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷെ ആ ബസ് മുൻകൂട്ടി കണ്ടെന്ന പോലെ ആ ബസ് ബ്രേക്ക് പിടിച്ച് അവര് സ്ലോ ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ ആഘാതം, ദുരന്തം ഇതിനുമൊക്കെ ഒരുപാട് അപ്പുറമാവുമായിരുന്നു കേട്ടോ. ശരണ്യ, ഇത് അപകടത്തിന്റെ കാരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് RTOയുടെ റിപ്പോർട്ടുണ്ട്, വിശദീകരണം തേടിയിട്ടുണ്ട്, കൂടുതൽ ഈ അന്വേഷണ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ജില്ലാ കളക്ടർ. അമിത വേഗത, അതുപോലെ ഈ വാഹനത്തിന്റെ കാലപ്പഴക്കം, ഇത് സംബന്ധിച്ചുള്ള പല അഭ്യൂഹങ്ങളും ഉണ്ടല്ലോ. നിലവിൽ പ്രാഥമികമായി അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? ഇന്നലെ ആദ്യം RTO വ്യക്തമാക്കിയിരുന്നത് ഓവർ സ്പീഡ് എടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല അത്. കളർകോട് ആ ജംഗ്ഷന് ചേർന്നുള്ള സ്ഥലം ഓവർ സ്പീഡ് എടുക്കാൻ കഴിയുന്ന സ്ഥലം ആയിരുന്നില്ല എന്നാണ്. പക്ഷേ പിന്നീട് CCTV ദൃശ്യങ്ങൾ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞത് അത് വണ്ടി കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് വാഹനം ഓവർ സ്പീഡ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു
എന്നുള്ള അദ്ദേഹം തിരുത്തി. ആ ഒരു മഴയും നല്ല മഴയും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആ വാഹനം ഒന്ന് കറങ്ങി തിരിഞ്ഞാണ് വന്ന് ബസ്സിലേക്ക് ഇടിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സൈഡ് മുഴുവൻ തകർന്നു പോയിട്ടുണ്ട്. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ട് വന്നാണ് ആ വണ്ടി ഇടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ കുട്ടികളിൽ നമ്മൾ ഇരുചക്ര വാഹനത്തിൽ പുറകെ സഞ്ചരിച്ചിരുന്ന വിദ്യാർത്ഥികളായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഈ വണ്ടി ഓടിച്ചിരുന്ന ഗൗരി ഇവരോട് വ്യക്തമാക്കിയത് വാഹനത്തിന് മുന്നിൽ എന്തോ ഉള്ള വാഹനമോ മറ്റെന്തോ ഉള്ളതുപോലെ തോന്നി, അത് കണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ അവർ പറഞ്ഞത് ശരിയായിരിക്കാം. ആ ബ്രേക്കിന്റെ ഒരു ആഘാതത്തിലാണ് വണ്ടി ഇടതുവശത്തേക്ക് ഒന്ന് ആ ഫ്രണ്ട് ഭാഗം ഒന്ന് കുത്തുന്നുണ്ട്. അതിനുശേഷമാണ് ഇത് ചരിഞ്ഞ് വന്ന KSRTC അപ്പുറത്തെ ട്രാക്കിലെ KSRTC എതിർവശത്തെ ട്രാക്കിലെ KSRTC ബസ്സിലേക്ക് വന്ന് ഇടിച്ചു നിൽക്കുന്നത്. എന്തായാലും ഈ വാഹനം വാടകയ്ക്ക് നൽകുന്ന ആളെ സംബന്ധിച്ചൊക്കെ ചില പരാതികളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. വാഹനം ഇങ്ങനെ നൽകുന്നത് അത് ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടികളാണ് നൽകുന്നത് എന്നതൊക്കെയുള്ള ആക്ഷേപം വരുന്നു. എന്തായാലും അതൊക്കെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവിടെ തന്നെ, അതായത് മെഡിക്കൽ കോളേജിന് അടുത്ത് തന്നെയുള്ള വളഞ്ഞവഴി സ്വദേശികളാണ് വാഹനം എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വാഹനം വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിനകത്തൊക്കെ ഡീറ്റെയിൽഡ് എൻക്വയറി തന്നെയാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. വിശദമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് തേടും എന്നുള്ളത് തന്നെയാണ് ഇന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നമ്മളോട് വ്യക്തമാക്കിയത്. അതിനുവേണ്ടിയുള്ള ഫോറൻസിക് പരിശോധനകൾ, എക്സ്പെർട്ട് പരിശോധനകളൊക്കെ ഈ അപകടം നടന്ന സ്ഥലത്ത് ഇന്ന് സമാന്തരമായി നടന്നിരുന്നു. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകുന്നത്. ശരണ്യ, ഇപ്പോൾ എന്തായാലും ഈ കുടുംബാംഗങ്ങൾ തങ്ങളുടെ മക്കളുടെ മൃതശരീരവുമായി തിരികെ അവരുടെ നാട്ടിലേക്ക്, അവരുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ച, അവർക്ക് അന്ത്യയാത്ര നൽകുന്ന കാഴ്ച ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഈ ആലപ്പുഴ സ്വദേശി, കാവാലം സ്വദേശിയായിട്ടുള്ള ആ വിദ്യാർത്ഥിയുടെ, മെഡിക്കൽ വിദ്യാർത്ഥിയുടെ സംസ്കാരം എപ്പോഴാണ് നടക്കുന്നത്? വൈകിട്ട് ഒരു സംസ്കാരം ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളാണ് അറിയിച്ചിട്ടുള്ളത്. പെട്ടെന്നുണ്ടായ ഒരു സംഭവമായിട്ട് തന്നെ കുറച്ച് ആളുകളൊക്കെ തന്നെ എത്തിച്ചേരേണ്ടതായി ഉണ്ട്. അതിനുശേഷം സംസ്കാര സമയം കൃത്യമായി അറിയിക്കും എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഇവിടെ അതിന്റെ തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ കുട്ടിയുടെ ആയുഷിന്റെ അച്ഛന്റെ കുടുംബ വീടാണ് ഈ കാവാലത്തുള്ളത്. അവിടെ ആണ്, കാരണം ആയുഷിന്റെ ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെയും മറ്റിടങ്ങളിലായി, അച്ഛനും അമ്മയും ഒക്കെ മറ്റ് ഇടങ്ങളിലായിരുന്നു. ആയുഷും പഠിച്ചതൊക്കെ കുറച്ച് പുറത്താണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ അച്ഛന്റെ കുടുംബസ്ഥലമായ കാവാലത്തെ വീട്ടുവളപ്പിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുക. അത് സംബന്ധിച്ച് സമയം അല്പസമയത്തിനകം തന്നെ കുടുംബാംഗങ്ങൾ അറിയിക്കുമെന്നാണ് കരുതുന്നത്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 5 വിദ്യാർത്ഥികൾക്കാണ് ഇന്നലെ ദാരുണാന്ത്യം സംഭവിച്ചത്. വാഹനാപകടത്തിൽ ആലപ്പുഴ ദേശീയപാതയിലായിരുന്നു അപകടം. പൊതുദർശനം അല്പസമയം മുമ്പാണ് അവസാനിച്ചതിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയിരിക്കുന്നു. ഇന്നും നാളെയുമായിട്ടാണ് ഈ വിദ്യാർത്ഥികളുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്.